എന്നെ വളരെ മരണത്തെ മുഖാമുഖം കണ്ടു. ഈ ഇരുട്ടിൽ ഞാൻ ഇങ്ങനെ കണ്ണും പിടിച്ചിരിക്കും. പട്ടണം നടന്ന മൂലയിലും ബഹളം കേട്ടു. അതിന് രക്ഷയില്ല. അവിടെ ഈ മൂത്രം ഒഴിക്കുക, ഇപ്പം നേരെതിരി വന്ന് പട്ടണം ഇവിടെ ഇതിനകത്ത് വിട്ടുപോയില്ല, വെളിച്ചമില്ല, കൈകളും കാലുകളൊക്കെ ചലിക്കുന്നില്ല. അപ്പോൾ അതിനോട് വെള്ള പേപ്പറുണ്ടായിരുന്നു, ഞാൻ എഴുതി വെച്ചു. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ 42 മണിക്കൂറാണ് ഒരു മനുഷ്യൻ ലിഫ്റ്റിൽ കുടുങ്ങിയത്. നിരവധി പേർ ദിവസവും വന്നു പോകുന്ന ഒരു ആശുപത്രി, കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലുള്ള മെഡിക്കൽ കോളേജ്. അവിടെയാണ് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ 42 മണിക്കൂർ ഒരു ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നത്. ആ 42 മണിക്കൂറുകൾ അയാൾ എങ്ങനെയാണ് തരണം ചെയ്തത്? ഏത് തരത്തിലാണ് തൻ്റെ ജീവിതത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹം 42 മണിക്കൂർ അവിടെ ചെലവഴിച്ചത്? മരണപ്പെട്ടു പോകുമെന്ന് പലപ്പോഴും മനസ്സിൽ കുറിച്ചിട്ട മനുഷ്യൻ ഒരു പേപ്പറിൽ തൻ്റെ അവസാന നിമിഷങ്ങൾ കുറിച്ചിട്ടുവെന്നും വ്യക്തമാക്കുന്നു. മരണത്തെ മുഖാമുഖം കണ്ട് സാധാരണക്കാരനായ മനുഷ്യൻ രവീന്ദ്രൻ നായർ എങ്ങനെയാണ് 42 മണിക്കൂർ തള്ളി നീക്കിയതെന്ന് അദ്ദേഹത്തിലൂടെ കേൾക്കാം. ഈ മെഡിക്കൽ കോളേജിൻ്റെ 11ാം നമ്പർ ലിഫ്റ്റ്, അതിനകത്ത് ഞാൻ കയറുമ്പോഴാണ് ആ സൈഡിലുള്ള ലിഫ്റ്റ് കയറി മുകളിലോട്ട് പോകാൻ വേണ്ടി ബട്ടൺ മർത്തി മുകളിലോട്ട് ഞാൻ ഒന്ന് ഉയർന്നിട്ട് താം. ആ സമയത്ത് തന്നെ കയ്യിൽ ഞാൻ എന്തെങ്കിലും ഒരു ബാഗ് കയ്യിൽ മൊബൈൽ താഴെ വീഴുന്നു, മൊബൈൽ പൊട്ടി. പിന്നെ ഞാൻ തന്നെ അവിടെ തന്നെ അലാറം അടിച്ചു നോക്കി. 2 ബട്ടൺ കൈ ഞാൻ അമർത്തി, ഞാൻ അലാറം അടിച്ചു. ഒരു രക്ഷയില്ല. എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വെച്ച് വിളിക്കുമ്പോൾ റേഞ്ച് കിട്ടുന്നില്ല. ആ നമ്പറിൽ വിളിച്ചു, എൻ്റെ ഭാര്യയെ വിളിച്ചു, പാർട്ട് ടൈംസിൽ വിളിച്ചു, നിയമസഭയിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിളിച്ചു. ഒരിടത്തോട്ടും ഇത് പുറത്തു പോകുന്നില്ല, റേഞ്ച് കിട്ടുന്നില്ല. പിന്നെ നേരങ്ങളിൽ വീണ്ടും ഞാൻ അലാറം ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, സമയമോശം കൊണ്ടാണോ എന്തോ ഒരു കുഞ്ഞു പോലും ശ്രദ്ധിച്ചു പോയില്ല, ആരും അറിഞ്ഞുമില്ല. മണിക്കൂറുകൾ നീണ്ടു പോയി. ഏകദേശം ഒരു മൊബൈലിൽ 16:48 മൊബൈലിൽ നിലച്ചു. മൊബൈലിൻ്റെ ചലനവും നിലച്ചു. അതുവരെ ഈ മൊബൈലിൽ വിളിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തുകയാണ്. ആ ലിഫ്റ്റിനകത്തുള്ള നമ്പറിൽ 252 84 74 ഞാൻ പല പ്രാവശ്യം വിളിക്കുന്നു. അതിൽ വേറെ നമ്പറുണ്ട്, അതെല്ലാം വിളിക്കുന്നു. ഏതിലെങ്കിലും കിട്ടുമെങ്കിൽ എന്ന് കിട്ടിട്ട് ഭാര്യയെ വിളിക്കുന്നു, പാർട്ടി നേതാക്കളെ പലരെയും വിളിക്കുന്നു, ഞാൻ ജോലി സ്ഥാപനത്തിലേക്ക് വിളിക്കുന്നു. പക്ഷേ ഇവിടെ നിന്ന് റേഞ്ച് പുറത്തു പോകുന്നില്ല, മൊബൈലിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അപ്പോൾ ഏകദേശം മനസ്സിലായി. കാരണം ഈ വെട്ടവും കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വായു നഷ്ടപ്പെട്ടാൽ ഇതിനകത്ത് തന്നെ മരണമെന്നുള്ള ഏകദേശം ഉറപ്പായി. ആ സമയത്ത് മുമ്പേ ഞാൻ ഈ അകത്ത് 203 പേപ്പറിന് ഇതിലിപ്പോഴും പേപ്പർ കാണും, ബാഗ് കാണും. എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു 3-4 എക്സ്റേ എടുത്തത്, പിന്നെ ഭാര്യയുടെ കവിതകൾ ഇതെല്ലാം ഞാൻ എൻ്റെ വൈഫ് എപ്പോഴും എൻ്റെ ബാഗ് സൂക്ഷിക്കും. ഭാര്യയുടെ കവിതയുടെ ഫോട്ടോ കോപ്പികളൊക്കെ. ഭാര്യ അതിനോട് വെള്ള പേപ്പറുണ്ടായിരുന്നു, ഞാൻ എഴുതി വെച്ചു. ഞാൻ 13ാം തീയതി പഠിക്കാൻ ഞാൻ ലിഫ്റ്റ് വലിച്ചു. 12 വലിച്ചു. ബട്ടൺ പറ്റി മുകളിലോട്ട് അമർന്നു, താന്നു. ഇവിടെ ഇതിനകത്ത് വിട്ടുപോയില്ല, വെളിച്ചമില്ല, കൈകളും കാലുകളൊക്കെ ചലിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തെ സൂക്ഷിച്ച് ഒരേ ഇരിപ്പിരിക്കും. ഏറ്റവും ഇതാണ് ലിഫ്റ്റ് മുറി. ലിഫ്റ്റിൻ്റെ ഓപ്പൺ സ്ഥലമാക്കി ഞാൻ ആ ഇടത് ഭാഗത്ത് ആയത് ഞാൻ മൂത്രം ഒഴിക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് രക്ഷയില്ല. അവിടെ ഈ മൂത്രം ഒഴിക്കുക, ഇപ്പം നേരെതിരി വന്ന് ബട്ടൺ ഓൺ ചെയ്യുക, നേരെ ബാക്കിൽ പോയിക്കുക. അങ്ങനെ രാത്രിയോ പകലോ എനിക്ക് അതിനകത്താകപ്പെട്ട എനിക്ക് രാത്രിയാണോ പകലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എത്ര മണിയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയും. അങ്ങനെയാണ് ഇന്നലെ ഒരു സമയമായപ്പോഴും, അത് രാവിലെയാണെന്ന് എനിക്ക് പുറത്തിറങ്ങുമ്പോഴേ അറിയണം രാവിലെയാണ്. ഇന്നലെ ഒരു സമയമായപ്പോഴാണ് ഒരു ലൈറ്റ് ട്യൂബിൻ്റെ വെട്ടം കണ്ടു. അപ്പോൾ അങ്ങനത്തെ മൂലയിൽ ഞാൻ ഈ ബട്ടൺ നടന്ന മൂലയിലും ബഹളം കേട്ടു, ഒരു ശബ്ദം കണ്ടു. അപ്പോൾ ഞാൻ ബട്ടൺ നടത്തിയിട്ട് ഞാൻ ഈ ലിഫ്റ്റിൽ ഞാൻ കിടന്നു. കുറേ അട്ടാസം കാണിച്ച് കിടന്നു. കാരണം മരണോപ്രാണം കൊണ്ട് ഞാൻ ഈ ലിഫ്റ്റിൽ കിടന്ന് തള്ളും ഉന്തും, ചെവിലിൽ കിടന്ന് അടിക്കും, കൈയിട്ട് തലയിലടിക്കും, ബഹളം ഉരുതില്ല. അപ്പോൾ ഞാൻ കരയും. പിന്നെ ഈ കരയുന്നതോടൊപ്പം തന്നെ എല്ലാം ഞാൻ എഴുതുന്നതെല്ലാം പറയും. പിന്നെ ഒച്ചപ്പെട്ടോ എല്ലാം അവസാനം ഞാൻ എല്ലേക്ക് ഒതുങ്ങുന്നത് പോലെ സംഭവിക്കണേ മരണം സംഭവിക്കുമല്ലോ. എന്തായാലും സെക്കൻഡ് സാറ്റർഡേ, ഞായറാഴ്ച, തിങ്കളാഴ്ച എല്ലാം കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് തുറക്കാൻ വരുമല്ലോ. അപ്പം ഇവിടെ അതിനകത്ത് ആള് കിടക്കണം കാണുമല്ലോ എന്ന രൂപത്തിൽ ഞാൻ അവിടെ ഈ ബാഗ് തലയ്ക്ക് വെച്ച് കേൾക്കണം. ഇവിടെ വെട്ടം കണ്ട് ഞാൻ ഓടിച്ചെന്നു, വലിയ അലാറം അടിച്ചു. വന്ന ആള് താഴെ ഇനിയോട്ട് തള്ളുന്നു, ഞാൻ അങ്ങോട്ട് തള്ളി. ഓപ്പൺ ചെയ്തു. ഞാൻ ആളെന്താ അണ്ണാ, ചേട്ടാ ആളെന്താ ചാടുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ബാഗ് തോന്നുന്നു, പെട്ടെന്ന് തോന്നണം. ഞാൻ അദ്ദേഹം മുന്നിൽ ഞാൻ ചാടേണ്ടി. ഇത്ര പൊക്കം ആഴത്തിൽ
പുറത്ത് ചാടി. അപ്പോൾ അത്തരം പൊക്കം താഴെ മുകളിൽ ലിഫ്റ്റ് പൊങ്ങി നിൽക്കുകയായിരുന്നു. ചാടി കഴിഞ്ഞാൽ ഞാൻ നേരെ ഫ്രണ്ടിലോട്ട് ചെന്നപ്പോൾ ഒരു സെക്യൂരിറ്റി ഓഫീസറാണെന്ന് പറഞ്ഞു. ഒരു എന്നെ പോലെ ഒരു പ്രായമുള്ള ആളാണ് ഒരാൾ അവിടെ നിന്ന് ടോക്കൺ കൊടുത്തുകൊണ്ടിരിക്കും. ടോക്കൺ അപ്പോൾ കുറേ സ്ത്രീകളും ആൾക്കാർ നിൽക്കുന്നു. അപ്പോൾ ഞാനവിടെ വെള്ളം ചോദിച്ചു കുടിക്കാൻ. അപ്പോൾ അതിൽ ഒരാൾ ചൂടുവെള്ളം തന്നു. അടുത്തൊരാൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ അകപ്പെട്ട് പോയതാണ്. ഞാൻ ഈ ടോക്കൺ നാളോട് പോയി പറഞ്ഞു ഞാൻ അകപ്പെട്ട് പോയി. അപ്പോൾ നമ്മൾ ക്യാഷ്വലിറ്റി പോകാൻ പറഞ്ഞു. അപ്പോൾ അതല്ലെങ്കിൽ ഫോൺ ചെയ്യണം, എൻ്റെ വൈഫിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അതിൽ പെൺകുട്ടി ഒറ്റശീലമായ ഒന്നുകൂടെ പെൺകുട്ടിയാണ് എനിക്ക് ഫോൺ തന്നത്. പിന്നെയാണ് അവർ സ്ഥലമൊക്കെ എനിക്ക് അറിയണത്. അപ്പോൾ ഞാൻ ആ ഫോണിൽ നിന്ന് അവർ തന്നെ വിളിച്ചു. വൈഫിൻ്റെ ഇന്ത്യ തന്നു. ഞാൻ പറഞ്ഞു അവിടെ ലിഫ്റ്റിലകപ്പെട്ട് ഇപ്പോൾ കരാൻ തുടങ്ങി. ഞാൻ പോയി പരാതി കൊടുത്തു. ഞാൻ പരാതി എഴുതി ഈ ഉള്ളിൽ തിരിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഭാര്യ അവിടെ ഏതാവും 5 മിനിറ്റ് വരുന്നു. ഉടനെ ഭാര്യ ഇവിടെ വിളിച്ചു അവിടെ മെഡിക്കൽ ഇൻഫോം ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞപ്പോൾ അവിടുന്ന് 2 പേര് വന്ന് എന്നോട് കൂട്ടി നേരെ ചായയൊക്കെ വാങ്ങിച്ചാൽ നേരെ കാഷ്വാലിറ്റി കൊണ്ട് അവിടെ തന്നെ അവിടെ ഇവിടെ മെഡിക്കൽ കോളേജ് സർക്കിൾ ഇൻസ്പെക്ടർ പോലീസുകാരെല്ലാം അവിടെ വന്നു. ഡോക്ടേഴ്സ് എല്ലാം വന്നു. മെഡിക്കൽ കോളേജ് അധികാരികൾ ഇവിടെ സൂപ്രണ്ട് അടക്കമുള്ളതെല്ലാം അവിടെ വന്നു. എന്നെ അവിടെ തന്നെ ട്രിപ്പ് അടച്ചു. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. പിന്നെ വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്തു. എന്നെ വളരെ മരണത്തെ മുഖാമുഖം കണ്ടു. ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചത് ഞാൻ ഈ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഈ ഇരുട്ടിൽ ഞാൻ ഇങ്ങനെ കണ്ണും പിടിച്ചിരിക്കുകയാണ്. ചെറിയൊരു നിലാവ് വന്നാൽ ആ നിലാവിൻ്റെ ഉറവിടം തേടിയെങ്കിലും എനിക്ക് ബഹളമുണ്ടാക്കല്ലോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ വെട്ടം കാണുന്നതും ഈ ഒരു ദൈവദൂതനെ പോലെ ഒരാൾ വരുന്നതും. ഞാൻ പുറത്ത് തന്നെ ഞാൻ തുറന്നൊന്നും ഇറങ്ങിയതല്ല. അദ്ദേഹം ഡോറിങ്ങനെ വളച്ചിഞ്ഞു പിടിച്ച് ഞാനും പിടിച്ചിട്ടാണ് ചാടേണ്ടത് പുറത്ത്. എന്തായാലും ഒരു 10-42 മണിക്കൂർ ജീവൻ മരണ പോരാട്ടം പോലെ അകപ്പെട്ടെങ്കിലും ഒരു 2ാം ജന്മം പോലെ പുറത്തുനിന്ന് രക്ഷപ്പെട്ടു.